ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഈ ഒരു സെഷനിൽ ജനറൽ സയൻസിന് ആവശ്യമായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെ പല എക്സാംസിനും നമുക്ക് ആവശ്യമാണ്. യെസ്, അതിൽ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് കെമിസ്ട്രിയിലെ ഫുൾ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിൽ, നമ്മുടെ ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ഈ ഒരു സെഷനിൽ നമ്മൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസി ആൻഡ് വാലൻസ് ഇലക്ട്രോൺ. യെസ്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? വാലൻസിയും വാലൻസ് ഇലക്ട്രോൺസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? യെസ്, സ്ഥിരമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന, സെയിം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. വളരെ സിമ്പിൾ പോർഷൻ ആണ്. ഓക്കെ, യെസ്, ഇതിനു മുമ്പ് പല സെഷൻസിലും നമ്മൾ വാലൻസി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് യു നോ ദാറ്റ്. ഓക്കെ, എന്താണ് വാലൻസി ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിസീവ്ഡ് ആവാം, ഗിവൺ ആവാം, ഷെയർഡ് ആവാം ബൈ എൻ ആറ്റം ഇൻ ആൻ അറ്റംപ്റ്റ് ടു കംപ്ലീറ്റ് ഒക്ടറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് വാലൻസി ആണ്. ഓക്കെ അല്ലേ? കഴിഞ്ഞ ഒരുപാട് സെഷൻസിൽ നമ്മൾ വാലൻസി എന്താണെന്നും ഒക്ടറ്റ് സ്റ്റേറ്റ് എന്താണെന്നും അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയാണെന്നൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഒന്നുകൂടി പറയാം. ഒക്ടറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 ആണെങ്കിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓഫ് എൻ ആറ്റം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 എണ്ണം ആണെങ്കിൽ അത് ഒക്ടറ്റ് സ്റ്റേറ്റ് അച്ചീവ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് അത് മോസ്റ്റ്ലി സ്റ്റേബിൾ ആയിരിക്കുമെന്ന് പറയപ്പെടാറുണ്ട്. അതിനുവേണ്ടി ഒക്ടറ്റ് സ്റ്റേറ്റ് എന്ന അവസ്ഥ അറ്റൈൻ ചെയ്യാൻ വേണ്ടി കുറേ ഇലക്ട്രോൺസ് ചിലപ്പോൾ വാങ്ങേണ്ടി വരും, കുറേ ഇലക്ട്രോൺസ് ചിലപ്പോൾ ഗിവൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു ആറ്റംസുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ ദാറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. വാലൻസി എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വീഡിയോ കാണും. നോക്കിയേ, അതാണ് വാലൻസി എന്ന് പറഞ്ഞാൽ. എന്താണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെല്ലാണ്. എപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ വാലൻസ് ഷെൽ? ഓർ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ, ഓർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. നോക്കിയേ, നമുക്ക് ഓരോ എക്സാമ്പിളിലൂടെ ഈ പറയുന്ന സംഭവം മനസ്സിലാക്കാം. എന്താണ് റിലേഷൻ എന്നുള്ളതും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കിയേ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ലോറിൻ എടുത്തേ. ഇഫ് യു ആർ ടേക്കിംഗ് ക്ലോറിൻ അല്ലേ, എത്രയാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ Z എന്ന നമ്പറിലൂടെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ആറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് ഈക്വൽ ടു എത്രയാണ്? 17 ആണ് അല്ലേ? 17 ആണ്, നമുക്കറിയാം. അതായത് അതിൻ്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? കോൺഫിഗറേഷനൊക്കെ നമ്മൾ പ്രീവിയസ് സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. 2,8, 2 8 10 പിന്നെ എത്രയാണ് വേണ്ടത്? 7 ആണല്ലേ? അതായത് ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം എത്ര ഉണ്ട്? 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര മാക്സിമം ഇലക്ട്രോൺ ഉണ്ടാവാം? 18 ഇലക്ട്രോൺ ആണ്. നമുക്കിപ്പോൾ എത്ര കൊള്ളിച്ചാൽ മതി? നമുക്ക് 7 ഇലക്ട്രോൺസ് കൊള്ളിച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ നോക്കിയേ, ഇഫ് യു ലുക്ക് അറ്റ് ദ കോൺഫിഗറേഷൻ ഫിഗർ, ഇതാണ് ന്യൂക്ലിയസ്. അതിന് ചുറ്റുമുള്ള ആദ്യത്തെ ഷെല്ലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്തുണ്ട്? രണ്ടാമത്തെ ഷെല്ലാണിത്. ആൻഡ് ദിസ് ഈസ് ദ തേർഡ് ഷെൽ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ 3 ഷെല്ലുകൾ. നമുക്കറിയാം ആദ്യത്തെ ഷെല്ലിൽ എത്രയാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? 2 എണ്ണമാണ്. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 8 ആണ്. സോ 4 എണ്ണമായി 5, 6, 7, 8 ആണ്. മൂന്നാമത്തെ ഷെല്ലിൽ 18 എണ്ണം കൊള്ളും. നമുക്കിപ്പോൾ എത്ര കൊള്ളിച്ചാൽ മതി? 7 എണ്ണം കൊള്ളിച്ചാൽ മതി അല്ലേ? സോ നോക്കിയേ, 1, 2, 3, 4, 5, 6 ആൻഡ് 7 ആണ്. സോ 7 ഇലക്ട്രോൺ കൊണ്ടു. ഇതാണ് നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് അല്ലേ? ദിസ് ഇസ് ടേംഡ് ആസ് ക്ലോറിൻ ആണ്. നോക്കിയേ, എന്തായിരുന്നു ഒക്ടറ്റ് റൂള്? ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ആക്കണം നമ്മൾ, അല്ലെങ്കിൽ എത്ര ആണെങ്കിലാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്? 8 എണ്ണം ആണെങ്കിൽ. ഇപ്പം എത്രയേ ഉള്ളൂ? ഇപ്പം 7 എണ്ണമേ ഉള്ളൂ അല്ലേ? ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുകയാണെങ്കിൽ 7 എണ്ണമേ ഉള്ളൂ. ഒന്നും കൂടി എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ, എവിടെന്നെങ്കിലും ഒരു ഇലക്ട്രോണും കൂടി കിട്ടുകയാണെങ്കിൽ, ഈ ക്ലോറിന് എവിടെന്നെങ്കിലും ഒരു ഇലക്ട്രോൺ കൂടി കിട്ടുകയാണെങ്കിൽ ഇതിന് ഒക്ടറ്റ് സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാം, സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാം. ദെൻ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സ്റ്റേബിൾ ആറ്റം ആണ്. ക്ലിയർ അല്ലേ? സോ നോക്കിയേ, നമുക്ക് അറിയേണ്ടത് 2 ടെർമിനോളജീസ് ആണ്. ഒന്ന് വാലൻസി എന്താണെന്നാണ്, വാട്ട് ഈസ് ദ വാലൻസി എന്നുള്ളതാണ്. രണ്ടാമത്തെ ടേം നമുക്ക് അറിയേണ്ടത് വാലൻസ് ഇലക്ട്രോൺ എന്താണെന്നുള്ളതാണ്. വാട്ട് ഈസ് വാലൻസി, വാട്ട് ഈസ് വാലൻസ് ഇലക്ട്രോൺ എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞേ, എന്തായിരുന്നു വാലൻസി? ഒക്ടറ്റ് സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഒക്ടറ്റ് സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ നോക്കിയേ, പുറത്തെ ഷെല്ലിൽ 7 എണ്ണമാണുള്ളത്. അത് 8 എണ്ണം ആക്കണമെങ്കിൽ ഒന്ന് റിസീവ് ചെയ്യണം. എവിടെന്നെങ്കിലും ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്യണം. സോ എത്രയാണ് വാലൻസി ഓഫ് എ ക്ലോറിൻ എന്ന് ചോദിച്ചാൽ എത്രയാണ് പറയണ്ടേ? വാലൻസി ഓഫ് എ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് പറയണ്ടേ? 1 ആണല്ലേ? ഒന്ന് എന്താ വേണ്ടത്? റിസീവ് ചെയ്യാണ് വേണ്ടത്. റിസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ വാലൻസിയുടെ സൈൻ എന്തായി മാറും? ഇറ്റ് ബിക്കംസ് നെഗറ്റീവ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ന് പറയുന്നത്
ക്ലോറിൻ -1 ഓർ അങ്ങനെ പറയാറില്ല, Cl- എന്നാണ് എഴുതാറുള്ളത്. എന്താ അതിന്റെ അർത്ഥം? Cl- മീൻ ഒരു ഇലക്ട്രോൺ വേണം, ആവശ്യക്കാരന് നമ്മൾ നെഗറ്റീവ് എന്നാണ് പറയുന്നത് അല്ലേ. കൊടുക്കുന്ന ആൾക്കാർക്കോ ഇലക്ട്രോൺ കൊടുക്കുന്നു അല്ലെ, വലിയ മനസ്സുള്ള ആൾക്കാരാണ്. ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആൾക്കാരാണ്. അത് റിസീവ് ചെയ്യുന്ന ആൾക്കാരെ അതുകൊണ്ട് നമ്മൾ മൈനസ് എന്ന് മാർക്ക് ചെയ്യും. ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ പോസിറ്റീവ് എന്നാണ് പറയാ അല്ലെ, അവർ പ്രൊവൈഡ് ചെയ്യല്ലേ. ആൻഡ് റിസീവ് ചെയ്യുന്ന ആൾക്കാരെ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എന്ന് പറയാണ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ വാലൻസി എത്രയാണ്? ഒരു ഇലക്ട്രോണും കൂടി വേണം, അതാണ് വാലൻസി. സോ ദാറ്റ് ദേ ക്യാൻ അറ്റൈൻ ഒക്ടറ്റ് സ്റ്റേറ്റ്. ഇനി വാലൻസ് ഇലക്ട്രോൺ എത്രയാണെന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ. ഇതാണ് ഔട്ടർ മോസ്റ്റ് സെല്ല് അല്ലെ, ഇതാണ് ഔട്ടർ മോസ്റ്റ് സെല്ല്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാ? വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 2 3 4 5 6 7 ആണ്. വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കാണുന്നോ അതിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയാറുള്ളത്. നോക്കിയേ, വളരെ സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ. ഇത് നമുക്ക് മനസ്സിലാക്കി ഒരു തവണ തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ നമ്പർ ഓഫ് വാട്ട് ഈസ് എ വാലൻസി ആൻഡ് വാട്ട് ഈസ് എ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ട് മറന്നുപോയ ആൾക്കാരാണെങ്കിൽ എന്തായാലും തെറ്റിക്കും. ഓക്കെ, കാരണം വാലൻസി 1 ആണ്, വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സോഡിയം ആണ്. സോഡിയം അല്ലെ, എണ്ണയാണ്. പറഞ്ഞേ, ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയൂ. ഉള്ളിലത്തെ സെല്ലിൽ 2 എണ്ണമാണ്. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 9ൽ 8 എണ്ണം നമുക്ക് രണ്ടാമത്തെ സെല്ലിൽ കൊടുക്കാം. യെസ്, ബാക്കി എത്ര ഉള്ളത്? 1 ആണ്. 2 8 10 1 11 ആണ്. ഫിഗർ വരയ്ക്കൂ. ആറ്റോമിക് കോൺഫിഗറേഷൻ നോക്കിയേ. ഇതാണ് ന്യൂക്ലിയസ്, ഇതാണ് ഇന്നർ ഷെൽ, അതിൻ്റെ പുറത്തുള്ള ഷെൽ, പിന്നെ ഒരു ഷെല്ലും കൂടി കാണിക്കണ്ടേ? യെസ്, ദാറ്റ് ഈസ് ദ തേർഡ് ഷെൽ. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാർക്ക് ചെയ്തേ. ഇന്നർ ഷെല്ലിൽ 2 എണ്ണമാണ് മാക്സിമം. യെസ്, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 8 ഇലക്ട്രോൺ കൊള്ളും. നമുക്കറിയാം 2n² ആണ്. യെസ്, ഇനി ബാക്കി എത്ര ഉള്ളത്? യെസ്, എത്ര കൊണ്ടു അല്ലേ? 2 ആയി, 8 ആയി. ബാക്കി ഒരു ഇലക്ട്രോണും കൂടി ഉണ്ട്. ബാക്കി ഒരു ഇലക്ട്രോണേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, എന്തായിരുന്നു ഒക്ടറ്റ് സ്റ്റേറ്റ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഒക്ടറ്റ് സ്റ്റേറ്റ് അച്ചീവ് ചെയ്തു, സ്റ്റേബിൾ സ്റ്റേറ്റ് ആയി എന്നാണ്. നിങ്ങൾ പറഞ്ഞേ, ഈ ഫിഗറിൽ സോഡിയത്തിന് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കണം. അതിനുവേണ്ടി 2 പരിപാടിയാണ്. വേണമെങ്കിൽ 7 ഇലക്ട്രോൺ എന്ത് ചെയ്യാം? റിസീവ് ചെയ്യാം. 7 ഇലക്ട്രോൺ റിസീവ് ചെയ്ത് മൊത്തത്തിൽ പുറത്തെന്താക്കാം? യെസ്, പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാം. ഓർ ഇറ്റ് ക്യാൻ ഗിവ് 1 ഇലക്ട്രോൺ ആണ് അല്ലേ. ഇറ്റ് ക്യാൻ ഗിവ് 1 ഇലക്ട്രോൺ. 7 ഇലക്ട്രോൺ വേണമെങ്കിൽ റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ വിടുന്ന മാറ്റിയാൽ പോരെ. 1 ഇലക്ട്രോൺ വിടുന്ന് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ പോരെ. സോ ഈ ഇലക്ട്രോൺ കൂടി മൂവ് ചെയ്താൽ പിന്നെ ഔട്ടർ ഷെൽ ഏതാണ്? രണ്ടാമത്തെ ഷെല്ലാണ് ഔട്ടർ ഷെല്ല്. അപ്പോൾ അതിൽ എത്ര എണ്ണം ഉള്ളത്? അതിൽ 8 എണ്ണം ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ഐദർ റിസീവ് 7 ഇലക്ട്രോൺ ഓർ ഇറ്റ് ക്യാൻ ഐദർ ഗിവ് 1 ഇലക്ട്രോൺ. ഏതാ ബെറ്റർ? ഏതാണ് എളുപ്പം? 7 ഇലക്ട്രോൺ വാങ്ങുന്നതാണോ അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ കൊടുക്കുന്നതാണോ നല്ലത്? 1 ഇലക്ട്രോൺ കൊടുക്കുന്നതാണ് നല്ലത്. ആൻഡ് നമ്മൾ ഇലക്ട്രോൺ കൊടുക്കുന്ന ആൾക്കാരെ, ഇലക്ട്രോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പോസിറ്റീവ് എന്നാണ് പറയാ. അതുകൊണ്ടാണ് നമ്മൾ Na+1 എന്നാണ് ആക്ച്വലി പറയേണ്ടത്. നമ്മൾ പറയാറില്ല. നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്? Na+ എന്ന് പറയും അല്ലേ. വൈ ഇറ്റ് ഈസ് പ്ലസ്? ബിക്കോസ് അതിന് 1 ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റും. 1 ഇലക്ട്രോൺ അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് സോഡിയത്തിന് ഗുണമേ ഉള്ളൂ. എന്തുള്ള ഗുണം? അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാകും? പറഞ്ഞേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഔട്ടർ ഷെല്ലിൽ എത്രയാവും? 8 ആകും. ഇനി നിങ്ങൾ പറഞ്ഞേ, വാട്ട് ഈസ് ദ വാലൻസി ഓഫ് സോഡിയം? എന്തായിരുന്നു വാലൻസി? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിസീവ്ഡ് ആവാം, ഗിവൺ ആവാം, ഷെയർഡ് ആവാം. ഇവിടെ ഇപ്പം എന്താണ് സോഡിയത്തിന് ചെയ്യാൻ പറ്റുന്നത്? കൊടുക്കാൻ പറ്റും. ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റും. എത്ര എണ്ണം കൊടുത്താൽ മതി? ഒരെണ്ണം കൊടുത്താൽ മതി അല്ലേ. സോ വാലൻസി എത്രയാണ്? 1 ആണ്. വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? വാലൻസ് ഇലക്ട്രോൺ എത്രയാന്ന് പറഞ്ഞേ. വാട്ട് ഈസ് എ വാലൻസ് ഇലക്ട്രോൺ? എന്താണ് വാലൻസ് ഇലക്ട്രോൺ? വാലൻസ് ഇലക്ട്രോൺ ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് സെൽ. പറയൂ, ഈ ഫിഗറിൽ ഏതാണ് ഔട്ടർ മോസ്റ്റ് സെല്ല്? ഇതല്ലേ ഔട്ടർ മോസ്റ്റ് സെല്ല്. ഔട്ടർ മോസ്റ്റ് സെൽ അല്ലെങ്കിൽ എന്ത് പറയും ഇതിനെയാണ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത് അല്ലേ. ദിസ് ഇസ് നെയിംഡ് ആസ് വാലൻസ് ഷെൽ. പറയൂ, എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്? സോഡിയത്തിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? അതും എത്ര തന്നെയാണ്? അതും 1 തന്നെയാണ്. ക്ലിയർ ആണോ? സോ നോക്കിയേ, ഈ പറയുന്ന കൺസെപ്റ്റ് ഭയങ്കര സിമ്പിളാണ്. ബട്ട് ഇത് ഓർമ്മയില്ലാത്ത അല്ലെങ്കിൽ മറന്നുപോയ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ടീംസ് ആണെങ്കിൽ എന്തായാലും ആൻസർ തെറ്റിക്കും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ 2 എക്സ്ട്രീം കേസസ് എടുത്തത്. ഒന്ന് ക്ലോറിൻ ആണ്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, അതിന് ഒരെണ്ണം മതി. സോ വാലൻസി 1 ആണ്, വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. ബട്ട് സോഡിയം നോക്കുകയാണെങ്കിലോ, സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്, അതങ്ങ് കൊടുത്താൽ എന്തായി? അത് സ്റ്റേബിളായി, തീരുമാനമായി. സോ വാലൻസ് എത്രയാണ്? 1 ആണ്.
ആൻഡ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 തന്നെയാണ്. ക്ലിയർ അല്ലേ? സോ ഈ പറയുന്ന ഡിഫറൻസ് മനസ്സിലാക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ വാലൻസി ആൻഡ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ടോപ്പിക് എടുത്തത്. നോക്കിയേ, ഇവിടെ നമുക്കിത് ഓർക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി. നോക്കിയേ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇമേജ്, ഈ ഒരു നോട്ട് നോക്കിയേ, ഇഫ് വാലൻസ് ഇലക്ട്രോൺ ആർ ഈക്വൽ ഓർ ലെസ് ദാൻ 4 ആണെന്ന് വെച്ചോ, ഇഫ് വാലൻസ് ഇലക്ട്രോൺസ് ആർ ഈക്വൽ ഓർ ലെസ് ദാൻ 4 ആണെങ്കിൽ ദെൻ വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇത് ഓപ്ഷൻ ABCD ആണ് എഴുതിയിരിക്കുന്നത്. പ്രീവിയസ് എക്സാമിലെ ക്വസ്റ്റ്യൻ്റെ ABCD ഓപ്ഷൻ ആണ് ഈ എഴുതിയിരിക്കുന്ന ഇവിടുത്തെ ഈ സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കിയാൽ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇഫ് വാലൻസ് ഇലക്ട്രോൺസ് ആർ ഈക്വൽ ഓർ ലെസ് ദാൻ 4 ആണെങ്കിൽ നമ്മുടെ വാലൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും. എക്സാമ്പിൾ എടുക്കാം, വേറെ എക്സാമ്പിൾ എടുക്കാം. നോക്കിയേ, മെഗ്നീഷ്യം എടുക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ്. കോൺഫിഗറേഷൻ പറഞ്ഞേ 2, 8, ബാക്കി എത്രയാണ്? 2 ആണ്. 2, 8, 2 ആണ് അല്ലേ? ഫിഗർ വരച്ചേ, പെട്ടെന്ന് വരച്ചേ. ഇതാണ് ന്യൂക്ലിയസ്, ഇതാണ് ഇന്നർ ഷെല്ല്, 2 ഇലക്ട്രോൺ കൊള്ളും. ഇതാണ് തൊട്ടും പുറത്തുള്ള ഷെല്ല്, എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 8 ഇലക്ട്രോൺസ് കൊള്ളും അല്ലേ? ആൻഡ് ബാക്കി എത്ര എണ്ണം ഉണ്ട്? ബാക്കി എത്ര എണ്ണമാണ് ഉള്ളത് പറയൂ? 2 എണ്ണം അല്ലേ? 2 എണ്ണമാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ഓക്കെ, മെഗ്നീഷ്യമാണ്. നിങ്ങൾ പറഞ്ഞേ, ഞാൻ ചോദിക്കാം, നിങ്ങൾ പറഞ്ഞേ എന്താണ് വാലൻസ് നമ്പർ? വാട്ട് ഈസ് എ വാലൻസ് നമ്പർ? വാലൻസ് നമ്പർ പറയൂ. വാട്ട് ഈസ് എ വാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? അല്ലെ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണ്. എത്രയാണ് വാലൻസി? വാലൻസിയും എത്ര തന്നെയാണ്? 2 എണ്ണമാണ്. 2+ ആണ് അല്ലേ? 2 എണ്ണം കൊടുത്താൽ പോരെ? ഈ പുറത്തുള്ള 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ? അതല്ലേ എളുപ്പം. നോക്കിയാൽ ഈ 2 എന്ന് പറയുന്നത്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒന്നെങ്കിൽ ചിലപ്പം 1 ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ ആവാം, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺ ആവാം. 1, 2, 3, 4 ഇലക്ട്രോൺസ് ആണെങ്കിൽ നിങ്ങളത് അങ്ങ് കൊടുത്തൊഴിവാക്കുക എന്നുള്ളതാണ് എളുപ്പം. യു ഗിവ് ദാറ്റ് ആറ്റം. ആ ആറ്റം അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾ നോക്കിയേ, 2 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ബാക്കി 6 എണ്ണം പുറത്ത് ഇവിടുന്ന് മേടിക്കാം അല്ലേ? 2 എണ്ണമാണ് ഔട്ടറിൽ, 6 എണ്ണം വേണമെങ്കിൽ റിസീവ് ചെയ്യാം. നോക്കിയാൽ അത് ബുദ്ധിമുട്ടല്ലേ? 6 എണ്ണം റിസീവ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല എന്താണ്? ഈ 2 എണ്ണം അങ്ങ് കൊടുത്തു കളയുന്നല്ലേ? ഈ 2 എണ്ണം അങ്ങ് ഗിവ് അവേ ചെയ്യുക അല്ലേ? സോ അതാണ് ബെറ്റർ. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് ദ വാലൻസ് ഇലക്ട്രോൺ ആർ ഈക്വൽ ടു 4 ഓർ ലെസ് ദാൻ 4 ആണെങ്കിൽ നിങ്ങളെ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ആണോ അത് തന്നെയായിരിക്കും വാലൻസി. വാലൻസി ഈക്വൽ എത്രയായിരിക്കും? വാലൻസ് നമ്പർ ആയിരിക്കും. ക്ലിയർ ആണോ? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിലോ നോക്കിയേ, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ലുക്ക് അറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് വാലൻസ് ഇലക്ട്രോൺസ് ആർ മോർ ദാൻ 4 ആണെങ്കിലോ? ഇഫ് വാലൻസ് ഇലക്ട്രോൺസ് ആർ മോർ ദാൻ 4 ആണെങ്കിലോ വാലൻസി വിൽ ബി ഈക്വൽ എന്തായിരിക്കും? 8 മൈനസ് നമ്പർ ഓഫ് വാലൻസ് ആയിരിക്കും. 8 മൈനസ് നമ്പർ ഓഫ് വാലൻസ് ആയിരിക്കും. എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുക. നോക്കിയേ, സൾഫർ നോക്കിയേ, സൾഫർ നോക്കൂ. സൾഫർ നോക്കിയേ, S ആണ്. എത്രയാണ് ആറ്റോമിക് നമ്പർ? 16 ആണ്. 16 ആറ്റോമിക് നമ്പർ. പറഞ്ഞേ, കോൺഫിഗറേഷൻ എന്തായിരിക്കും? 2,8,6 ആയിരിക്കും അല്ലേ? 2,8,6 ആണ്. അതായത് ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കിയേ, ഇതാണ് ന്യൂക്ലിയസ്, ഇതാണ് എന്ത്? ഇന്നർ ഷെല്ല്. രണ്ടാമത്തെ ഷെല്ല് ഇതാണ്. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണമാണ് ഔട്ടർ ഷെല്ലിൽ. അതായത് ഔട്ടർ ഷെല്ല് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ എത്ര നമ്പർ ഓഫ് ഉണ്ട്? സോ നമ്പർ ഓഫ് വാലൻസ് എത്രയാണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് എത്രയാണ്? കൗണ്ട് ചെയ്ത് പറയൂ. 6 ആണ്. വാലൻസ് എത്രയാണോ? വാലൻസി എത്രയാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ 2 എണ്ണം വാങ്ങിക്കാം, അല്ലെങ്കിൽ ഈ 6 എണ്ണം അങ്ങ് കൊടുക്കാം. ഒന്നെങ്കിൽ 2 എണ്ണം മേടിക്കാം, അല്ലെങ്കിൽ ഈ 6 എണ്ണം കൊടുക്കാം. 6 എണ്ണം കൊടുക്കുന്ന ബുദ്ധിമുട്ടല്ലേ? 2 എണ്ണം വാങ്ങുന്നല്ലേ എളുപ്പം? 2 എണ്ണം വാങ്ങുന്നതാണ് എളുപ്പം. ദാറ്റ് ഈസ് എത്രയാണ് വാലൻസി? 2 ആയിരിക്കും. 2 മൈനസ് ആയിരിക്കും, അത് വേറെ കാര്യം. ഓക്കെ, വാലൻസ് എത്രയാണ്? 2 എണ്ണം മേടിക്കുന്നതാണ് നല്ലത്. 6 എണ്ണം കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് എന്താണ്? 2 എണ്ണം മേടിക്കുന്നതാണ്. സോ നോക്കിയേ, നമ്പർ ഓഫ് വാലൻസ് എത്രയാണ്? 6 ആണ്. ആൻഡ് നമ്പർ ഓഫ് വാലൻസി എത്രയാണ്? ദാറ്റ് ഈസ് 8 മൈനസ് എന്താണ്? 6 ആണ്, വിച്ച് ഈസ് ഈക്വൽ എത്രയാണ്? 2 ആണ്. ക്ലിയർ അല്ലേ? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ ABCD ആണ് എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്താണ് നമ്മളിവിടെ പറഞ്ഞത്? ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ വാലൻസി ആൻഡ് വാലൻസ് ഇലക്ട്രോൺ ആണ്. ഒന്നാമത്തെ കാര്യം, അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കണം. 2, അവർ തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. എന്താണ് റിലേഷൻ? ഇഫ്
നിങ്ങളെ വാലൻസ് നമ്പർ ഈക്വൽ ഓർ ലെസ് ദാൻ 4 ആണെങ്കിൽ വാലൻസ് ഈസ് ഈക്വൽ എന്തായിരിക്കും? വാലൻസ് നമ്പർ ആയിരിക്കും. ഇനി അതല്ല നിങ്ങളെ വാലൻസ് നമ്പർ മോർ ദാൻ 4 ആണെങ്കിലോ വാലൻസ് ഈസ് ഈക്വൽ ടു 8 മൈനസ് വാലൻസ് നമ്പർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ താങ്ക് യു.